മുന്നോട്ടുള്ള ഓരോ കാഴ്ചപ്പാടിലും നമുക്ക് ആ ഒരു ദൈവാധീനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മുടെ കഷ്ടകാല സമയമാണെങ്കിൽ കൂടെ ഒരു ദൈവാരാധന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവം തീർച്ചയായിട്ടും നമുക്കൊരു ആപത്ത് ഘട്ടത്തിൽ നമുക്കത് തുണയായിട്ട് വരും എന്നുള്ളതിന് മാറ്റമേ ഇല്ലാത്ത കാര്യമാണ്. അത് പറയാറില്ലേ, കണ്ണിൽ കൊള്ളാനുള്ളത് പുരിയത്ത് കൊണ്ട് മാറി. അതൊക്കെ ഒരു ദൈവാധീനമാണ്. ആ ദൈവാധീനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ദൈവാരാധന തീർച്ചയായിട്ടും ചെയ്യണം. അതും നമ്മൾ എത്ര ആരാധന ചെയ്തിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചിട്ടോ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോട് ഞാൻ ഒരേ ഒരു കാര്യം പറയുകയാണ്. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ്. നമ്മുടെ മനസ്സിൽ എത്ര അഗാധമായിട്ട് നമ്മുടെ ഈശ്വരന് മേലെ വിശ്വാസം വയ്ക്കുന്നോ ആ വിശ്വാസത്തിൻ്റെ പേര് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നത്. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഏത് പൂജാകാര്യങ്ങൾ ചെയ്താലും, ഏത് അമ്പലങ്ങളിൽ പോയാലും, ഏത് വഴിപാട് കഴിച്ചാലും അതെല്ലാം നമ്മൾ അയ്യോ എനിക്ക് നടക്കുമോ ദൈവം എനിക്ക് അനുഗ്രഹം തരുമോ അങ്ങനെയുള്ള ഒരു സംശയത്തിലല്ല, എൻ്റെ കാര്യസാധ്യം നടത്തി തന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു നന്ദിപൂർവ്വം വേണം ദൈവത്തിന് നമ്മൾ ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചാൽ കൂടെ ആ ഒരു നന്ദി ഉണർവോടുകൂടി മാത്രമേ നമ്മൾ ദൈവത്തെ വിളിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതാ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ആ ഒറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ച് അതിനെ വിശ്വസിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് ഓരോ പൂജാകാര്യങ്ങൾ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം നിറവേറ്റി തരും. ദൈവം എന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ ദൈവത്തെ കുടിയിരുത്തിക്കൊണ്ട് നമ്മൾ ഏത് പൂജാകാര്യങ്ങൾ ചെയ്താലും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ ദൈവം ഇരിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട് എന്നൊരു ചിന്ത വരുമ്പം ആ ഒരു കുറ്റുണർവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരാളെയും വേദനിപ്പിക്കാതെ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ലതായിട്ടിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.